സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്നു. നേരത്തെ കമ്പനി ഉടമസ്ഥൻ സാത്വിക് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയസൂര്യ. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇപ്പോഴും ജയസൂര്യയെ ചോദ്യം ചെയ്യുകയാണ്. ഏത് സാഹചര്യത്തിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. ജയസൂര്യ, അതോടൊപ്പം തന്നെ ജയസൂര്യയുടെ ഭാര്യ സരിത ജയസൂര്യൻ, രണ്ടുപേരുമാണ് ഇവിടേക്ക് എത്തിയത്. ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ സരിത ജയസൂര്യയിൽ നിന്ന് കൂടി ചില കാര്യങ്ങളിൽ വിശദീകരണം തേടാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരം നടപടികൾ തുടരുകയാണ്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സേവ് ബോക്സ് ആപ്പ് എന്ന ഒരു നിക്ഷേപ കമ്പനിയായിരുന്നു. ഒരു ഓൺലൈൻ ലേല സമ്പ്രദായങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായി അവർക്ക് വേണ്ടി കുറച്ചു കാലം ജയസൂര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തായിരുന്നു കരാർ, എങ്ങനെയാണ് ജയസൂര്യ അവരുമായിട്ടുള്ളൊരു ബന്ധം, ഇവരെങ്ങനെയാണ് പണം കൈമാറിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങളാണ് ഇഡി ജയസൂര്യയിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ 11 മണിയോടുകൂടിയാണ് ജയസൂര്യ ഹാജരാകുന്നതും ഇപ്പോൾ അതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇതിന്റെ ഒരു കേസിന്റെ പശ്ചാത്തലം 2022 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ ഉയർന്നു വന്നിരുന്നു തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഈ നിക്ഷേപത്തിൽ ചേർന്ന പലർക്കും വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഇയാൾ നൽകിയിരുന്നു. അതായത് കമ്പനി ഉടമ നൽകിയിരുന്നു. ഈ കമ്പനി ഉടമയെ 2022 തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സാത്വിക് റഹീം എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾക്കെതിരെ നിരവധിയായ പരാതികൾ ഈ കേസിൽ വന്നിട്ടുണ്ട്. ഇയാൾ പലരിൽ നിന്ന് പണം സ്വീകരിച്ചിരുന്നു. ഓഹരി ഉടമകൾ നൽകാമെന്ന് പറയുന്നു, ഫ്രാഞ്ചൈസികൾ നൽകാമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതിന്റെ മറ്റ് ഫോർമാറ്റുകൾ, ഈ സേവ് ബോക്സിന്റെ മറ്റ് പല വെഞ്ചേഴ്സും വരുന്നുണ്ട്. അതിലെല്ലാം അവരെ പങ്കാളികളാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ആർക്കും തന്നെ പണം നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ പരാതികൾ ഒരുപാടാകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതൊക്കെ പോലീസ് എടുത്ത കേസായിരുന്നു. പിന്നീട് ഈ കേസിലേക്ക് ഇഡി കൂടി വരികയാണ്. കാരണം ഇതിൽ കള്ളപ്പണമടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങൾ എങ്ങനെ വന്നു, ഇയാളുടെ ഇടപാടുകൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ഇഡിക്ക് ലഭിച്ച പരാതികളിലെല്ലാം അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ഇഡി മുന്നോട്ട് പോകുന്നത്. അതിന്റെ വഴികളിലാണ് ഇപ്പോൾ നടൻ ജയസൂര്യ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പ് ഈ നിക്ഷേപ ആപ്പ് വഴി നടന്നിട്ടുണ്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലരിൽ നിന്ന് വളരെ ഭീമമായ തുക ഇയാൾ ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾക്ക് സിനിമാ ബന്ധങ്ങളുണ്ടായിരുന്നു. പല സിനിമകളിലും തന്നെ ചില സിനിമകളിൽ ഇയാൾ മുഖം കാണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചില സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി സാത്വിക് റഹീം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവരെയെല്ലാം ഇതിന്റെ ഭാഗമാക്കി മാറ്റുകയും അവരുടെ ഒരു ഫേസ് വാല്യൂ എല്ലാം തന്നെ തന്റെ ബിസിനസ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ രീതി അതായിരുന്നു. അങ്ങനെ പലരെയും തന്നെ ഇയാൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സിനിമയുമായി കണക്ട് ചെയ്തിരിക്കുന്നത്? ഒപ്പം ജയസൂര്യ രണ്ടാം വട്ടമാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളിൽ കൂടുതൽ പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി അന്വേഷിച്ചറിയുകയാണ്. ഏതായാലും ചോദ്യം ചെയ്യലടക്കമുള്ള ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നു. ഭാര്യയുടെ മൊഴി അടക്കം ഇക്കാര്യങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് അറിയുന്നത്. ഡാനി, ഇപ്പോൾ ഈ സേവ് ബോക്സ് ആപ്പ് ഈ നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇത് എത്ര കാലമായിട്ടാണ് ഇവർ അവിടെ പ്രവർത്തിക്കുന്നത്? അവർക്ക് എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങളുള്ളത്? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആഴത്തിലുള്ള അറിവുകൾ ലഭ്യമാണ്? അശ്വതി, ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സേവ് ബോക്സ് ആപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അത് പല രീതികളിലാണ്. ഒന്ന്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അത് ലേലത്തിൽ വാങ്ങുക, ഓൺലൈൻ ലേലമാണ്. ഓൺലൈൻ ലേലത്തിലൂടെ നമുക്ക് പല ഉപകരണങ്ങളും വാങ്ങാനായിട്ട് സാധിക്കുന്നു. പലതും വില കുറച്ച് വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു ഫോർമാറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാം. അവർക്ക് അതിലൊരു നിശ്ചിത വിഹിതം നൽകിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കുകയും ലേലവസ്തുക്കൾ സ്വന്തമാക്കുകയും ചെയ്യാമെന്നതാണ് ഒരു വാഗ്ദാനം. അങ്ങനെ ചില കാര്യങ്ങളെല്ലാം അക്കാര്യത്തിലൂടെ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ചിലർക്ക് ഈ സേവ് ബോക്സ് ആപ്പിന്റെ പല ഫോർമാറ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ ഓൺലൈൻ ലേല ആപ്പ് മാത്രമല്ല, മറ്റ് പല സംരംഭങ്ങളിലേക്കും ഇവർ തിരിയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ മാറുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്രാഞ്ചൈസികൾ നൽകാമെന്ന് പറയുന്നു. ഇത് മാസത്തിൽ 25 ലക്ഷം രൂപ വരെ ഇതിലൂടെ ലഭിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളെല്ലാമാണ് ഇവർ നൽകുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ പലരിൽ നിന്നായിട്ട് ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഫ്രാഞ്ചൈസികൾ നൽകാമെന്ന് പറഞ്ഞു, ഓഹരി ഉടമകളാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തട്ടിപ്പിന്റെ പല വെർഷൻസും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ കോടികൾ ഇവരുടെ പക്കലേക്ക് വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യ അറസ്റ്റ്, ഈ ഉടമയെ അറസ്റ്റ് ചെയ്യുന്നത്. സാത്വിക് റഹീമിനെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്.
പിന്നീട് ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട്. പലയിടങ്ങളിലെ പ്രത്യേകിച്ച് തൃശൂർ മേഖലയിൽ നിന്നാണ് കൂടുതൽ പരാതികളെല്ലാം വന്നിരിക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പരാതികൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇ.ഡി. കൂടി അന്വേഷണത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരികയും നമ്മളിപ്പോൾ കാണുന്ന രീതിയിലേക്ക് ജയസൂര്യ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു കരാറ്, എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് സിനിമാ താരങ്ങൾ ഇതിൽ ബന്ധമുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള നിക്ഷേപം അവിടേക്ക് നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തട്ടിപ്പിന് അതും അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇയാളുടെ ഒരു തട്ടിപ്പിന് അവർ ഇരയായിട്ടുണ്ട്, അവർ അറിഞ്ഞോ അറിയാതെ ഇതിൽ ഭാഗവാക്കായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഇ.ഡി. പരിശോധിക്കുന്നുണ്ട്. ഏതായാലും സിനിമാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വാതിക് റഹീമിന് വലിയ രീതിയിലുള്ളൊരു ബന്ധമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നേരത്തെയുള്ള പോലീസിന്റെ ഒരു കണ്ടെത്തൽ. ഇയാളൊരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിലെല്ലാം ഇവർക്കിടയിൽ അറിയപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഗൗതമിന്റെ രഥം, അതോടൊപ്പം തന്നെ ജാക്ക് ആൻഡ് ജിൽ പോലുള്ള ചില പടങ്ങളിൽ അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു സിനിമാ സൗഹൃദങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഇയാളുടെ ഒരു ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഈ പരാതികൾ ഉണ്ടാകുമ്പോൾ ഈ പരാതിക്കാരെ പുതുതായി ലഭിക്കുന്ന നിക്ഷേപകർ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പുതിയ ഇരകൾ അവരിൽ നിന്നുള്ള പണം കൊണ്ടുകൊണ്ട് അവരെ സെറ്റിൽ ചെയ്ത് മാറ്റി നിർത്തുക, പരാതിക്കാരെ മാറ്റുക എന്നത് അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതിനൊന്നും സാധിക്കാതെയായി. അങ്ങനെയാണ് ഈ പരാതികൾ പോലീസിലേക്ക് നീങ്ങുന്നതും കേസാകുന്നതും പിന്നീട് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടിയതുകൊണ്ട് തന്നെയാണ് ഇ.ഡി. കൂടി ഈ അന്വേഷണത്തിലേക്ക് വരുന്നത്. പ്രധാനമായും കള്ളപ്പണം ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ മറവിൽ നടന്നിട്ടുണ്ടോ, ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ക്രിപ്റ്റോ കറൻസി പോലെ രീതിയിലേക്ക് ഇതിന്റെ നിക്ഷേപങ്ങൾ മാറ്റാമെന്നൊരു വാഗ്ദാനം ഒരിടയ്ക്ക് നൽകുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നതെല്ലാം തന്നെ ഇ.ഡി. പരിശോധിക്കുകയാണ്. ജയസൂര്യയിൽ നിന്നും ഇത്തരം കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങൾ ഏതെങ്കിലും രീതിയിൽ അറിയാവുന്നതാണോ ഇത്തരം കാര്യങ്ങൾ എന്നതെല്ലാം തന്നെയാണ് ഇ.ഡി. പരിശോധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളുടെ ഒരു ചോദ്യച്ചറിയലുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വൈകാതെ ജയസൂര്യ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി, ഈ ഇന്ത്യയിലെ തന്നെ ആദ്യ ലേല ആപ്പ് എന്ന രീതിയിലാണ് ഈ സേവ് ബോക്സിനെ പരിചയപ്പെടുത്തിയതും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നതും. ഒപ്പം ഈ സിനിമാ രംഗത്തേക്ക് എങ്ങനെയാണ് ഈ സ്വാതിക് റഹീം എത്തിയത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. ഇനി ഇതിലേക്കൊക്കെ കൂടുതൽ ആളുകൾ വരുമോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. ഈ ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കരാർ തീർച്ചയായും ഉണ്ടാകുമല്ലോ സ്ഥാപനവുമായി ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ. സ്വാഭാവികമായും കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇതുപോലുള്ള ബ്രാൻഡ് അംബാസഡർമാരുണ്ടാവുന്നത്. അപ്പോൾ അത്തരം കരാറുകളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ആദ്യ ദിവസത്തെ ഒരു ചോദ്യം ചെയ്യലോ മൊഴിയെടുപ്പോ എന്ന കാര്യത്തിൽ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിൽ ജയസൂര്യ മറുപടിയും നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും വിളിപ്പിച്ചത്. 24-ന് ഈ മാസം 24-ന് ആയിരുന്നു അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കരാറിന്റെ ഒരു വിശദാംശങ്ങൾ എന്താ എന്നത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ആര് വഴിയാണ്, ഏത് രീതിയിലുള്ളതാണ് പണം എന്നതെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. സിനിമാ മേഖലയിലെ മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കാരണം സിനിമയിൽ ഇയാൾക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ സ്വാതികിന് സംസാരിച്ച ആളെ വീഴ്ത്താൻ വലിയ കഴിവായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പല റിപ്പോർട്ടുകളിലും എല്ലാം തന്നെ കാണാം. അപ്പോൾ അതിൽ അത്തരം വാക്ചാ രീതിയിൽ ആരെങ്കിലും കൂടുതൽ പേര് നിക്ഷേപകരായി ഇതിൽ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ, പരാതി നൽകാൻ കഴിയാതെ മാറി നിൽക്കുന്നവരുണ്ടോ എന്നതൊക്കെ എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അപ്പോൾ പലരുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ, ഈ പരാതി നൽകിയവരടക്കം നൽകിയ പല പേരുകളുമുണ്ട്. കാരണം ഇവരുടെ പരിപാടികളിലെല്ലാം തന്നെ ഈ സിനിമാ താരങ്ങളടക്കം വലിയ നില പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഈ സ്വാതികിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ പരിശോധിച്ചാൽ ആർക്കൊക്കെയാണ് വലിയ രീതിയിലേക്ക് പണം കൈമാറിയിട്ടുള്ളത് എന്നതെല്ലാം അതിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പലരെയും തന്നെ വിളിച്ചു വരുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ ആപ്പിന്റെ മറവിൽ ഏതെങ്കിലും രീതിയിലുള്ള കൂടുതൽ പണം നിക്ഷേപം നടത്തിയിട്ടുണ്ടോ, മറ്റ് കള്ളപ്പണം സംശയിക്കുന്നത് പോലെ കള്ളപ്പണ ഇടപാടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. ഏതായാലും വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണത്തിലേക്ക് അടക്കം ഇ.ഡി. ഉണ്ടാകും. കാരണം ഇതിൽ ഇപ്പോൾ നമ്മൾ ജയസൂര്യ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇതിന്റെ ഒരു കൂടുതൽ കൃത്യത അല്ലെങ്കിൽ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതടക്കം ഇ.ഡിയിൽ നിന്ന് വൈകാതെ അവർ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.